Respected Chair, Dr. Habib, most respected State President of IHMA, Dr. Shadi, General Secretary IHMA State Charter, Dr. M. Premendran, my good friend, my colleague from good old times, former Secretary General of IHMA, Dr. Toya, my young good friend, and all dignitaries of the dais, and all my beloved professional brothers and sisters. Very warm good evening to all of you. And ഹോമിയോപ്പതി വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായി എന്നെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ബഹുമാനിയായ ഹോമിയോ കോളേജ് പ്രിൻസിപ്പൽ അനില മാഡമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സാറുമാരൊരാളായിരുന്ന അബ്ദുറഹ്മാൻ സാറുമുണ്ട്. അവരോടുള്ള വന്ദനം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. രാവിലെ 8 മണിക്ക് 2 പൂരി കഴിച്ചതാണ്. ഇവിടെ ഞാൻ 3 ബിസ്ക്കറ്റ് തിന്നു. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ 3 പേരും ഒന്നും കഴിച്ചിട്ടില്ല. ആ ക്ഷീണാവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇനിയും ഈ ക്ഷീണാവസ്ഥയിൽ 3 മാസം ഉണ്ടാവുമെന്നാണ് പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചത്. വലിയ കഷ്ടമാണ്. പഴയ ആരോഗ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു വലിയ ചുമതല സംഘടനയുടെ പേരിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഈ ചുമതല കാൻഡിഡേറ്റ് എന്നുള്ള ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു കാലത്ത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനൊരു കാൻഡിഡേറ്റ്ഷിപ്പ്. അസോസിയേഷന്റെ സ്നേഹപൂർവമായ നിർബന്ധം, ശാഠ്യബുദ്ധി എന്നെ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ നിർബന്ധിതമാക്കുമായിരുന്നു. വളരെ വൈകിയ ഈ സമയത്ത് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സ്ഥാനമില്ല, അസ്ഥാനത്താണ് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഞാൻ. ഡോക്ടർ സജിന്റെ ഒരു ക്ലാസ്സും കൂടി ഇനി ബാക്കിയുണ്ട്. വളരെ മനോഹരമായി സെറ്റ് ടോക്സ് ഇവിടെ സംഘടിപ്പിച്ച കോഴിക്കോട് IHMA ജില്ലാ ഘടകത്തോടുള്ള സന്തോഷം ഒരു നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. പരിചിതമായ മുഖങ്ങളാണ് ഏറെ. വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന മുഖങ്ങൾ. എന്നാൽ പരിചിതമല്ലാത്ത പുതിയ മുഖങ്ങളും കൂടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടത് സമയത്തിന്റെ ബാധ്യതയാണെന്ന് ഞാൻ കരുതുന്നുള്ളത് കൊണ്ട് മാത്രം ഒരു 5 നിമിഷം എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യണം. വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് ഹോമിയോപ്പതി ഫീൽഡ് ഇന്ത്യയിൽ ഇന്ന് നടന്നു നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാൻ വേണ്ടി വിട്ടുതന്നതായിരിക്കാം ഹബീബും ഷാജിയും പ്രേമേന്ദ്രൻ ഡോക്ടറും ഒക്കെ. പൊതുവായി അവരെ പരാമർശിച്ചു പോയെങ്കിലും നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നു പാരമൺ ടവർ പോലെ മനോഹരമായ ഒരു വേദിയിൽ ഉച്ചയ്ക്കത്തെ ബിരിയാണിയും കഴിച്ച് വൈകുന്നേരം വരെ നല്ല ക്ലാസ്സുകളും കേട്ട് ഒക്കെ ഇവിടെ ഇരിക്കുന്നു. ഈ ഇരിക്കുന്നത് ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ എന്ന പേരിലാണ്, അല്ലേ? IHMA ആകുന്ന അമർലയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഡോക്ടേഴ്സ്, see, you are going to lose your suffix dr in very near future. Remember, ആദ്യം തന്നെ ഞാനത് പറയാം. ഞാൻ പറഞ്ഞതിന് അർത്ഥം പിടിക്കുക. നിങ്ങൾ എല്ലാവരും ഇന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഇന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ സോയൻസോ, ഡോക്ടർ സജിൻ, ഡോക്ടർ അരീന്ദ്രനാഥ്, ഡോക്ടർ മൻസൂർ അലി, ഡോക്ടർ ഉമ്മൻ. എവിടെ? വളരെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ DR എടുത്ത് മാറ്റാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കാൻ പോവാണ്. ഇത് എത്ര പേർക്ക് അറിയും? കേരളത്തിലെ പ്രശ്നങ്ങളോ കേരളത്തിലെ ഹോമിയോപ്പതി രംഗത്തെ അവലോകനം ചെയ്യുകയോ അല്ല എന്റെ ഇന്നത്തെ ഡ്യൂട്ടി. ദേശീയ തലത്തിൽ നമ്മുടെ വൈദ്യശാസ്ത്രം നേരിടുന്ന അതിഭീകരമായ ചില പ്രശ്നങ്ങൾ കുറച്ചുപേരുടെയെങ്കിലും മുമ്പിൽ, പലർക്കും ഇത് അറിയാം, കുറച്ചുപേരുടെയെങ്കിലും മുമ്പിൽ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി പറയട്ടെ. നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഹെൽത്ത് രൂപീകരിക്കാൻ പോവുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഓട്ടോണമസ് പവറുള്ള അനേകം ബോഡികളുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ, ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ. Lot of commissions are there. Everybody is having autonomous power empowered by the Parliament of India. എന്നാൽ ലോകസഭ ഓൾറെഡി പാസാക്കിയ ഒരു ബില്ല് ഇന്ന് രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഹെൽത്ത്. എത്ര പേർക്ക് ഇതറിയാം? നിങ്ങളുടെ കഴിയുമെങ്കിൽ ഇന്റർനെറ്റിലെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഞെട്ടിപ്പോവും.
അതിഭീകരമായ രീതിയിൽ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ, ആയുർവേദ വൈദ്യശാസ്ത്രത്തെ, ഇവിടുത്തെ ഇതര വൈദ്യശാസ്ത്ര സമ്പ്രദായത്തെ കോർണർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആരോഗ്യ മേഖല കംപ്ലീറ്റ് ആയിട്ട് മോഡേൺ മെഡിസിന്റെ ഉള്ളിൽ തളയ്ക്കുന്ന രീതിയിൽ ഒരു ബില്ല് ഇവിടെ ലോക്സഭ പാസാക്കി കഴിഞ്ഞു. ഭാവിയിൽ ഹോമിയോപ്പതി രംഗത്ത് എത്ര രൂപ കൊടുക്കണം, എന്തൊക്കെയായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ മാനുഷിക വിഭവ സമാഹരണവും ഇതിന്റെ വിതരണവും നടത്തണം, ഇതെല്ലാം ഈ കമ്മീഷനാണ് തീരുമാനിക്കാൻ പോകുന്നത്. പറഞ്ഞു വന്നത്, ഇതിന്റെ അകത്ത് ഡോക്ടറെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ് ഡോക്ടർ? വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയോ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയോ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം, ഡോക്ടർ എന്ന് പറയുന്ന PhD കാരനാണ്. One who mastered the subject is what is known as doctor. But വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെ ഡോക്ടർ എന്ന് വിളിക്കാം, അതും പറയുന്നുണ്ട് വെബ്സ്റ്റർ ഡിക്ഷണറി. എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭ പാസാക്കിയ ബില്ലിൽ ഡോക്ടറെ നിർവഹിച്ചിരിക്കുന്നു one who practices and allowed to practice modern medicine. മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നവർ മാത്രമാണ് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നാളെ മുതൽ ഡോക്ടർ. അതിനർത്ഥം ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്ന് DR ഇല്ലാതെ നടക്കുന്ന പോലെ, അവര് DR കിട്ടാൻ വേണ്ടി അവർ DR ആണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർ DR വയ്ക്കാൻ അവകാശമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ഥിതിയിലേക്ക് ഹോമിയോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും യുനാനി ഡോക്ടറും മാറപ്പെടാൻ പോവാണ്. നമ്മളിനി നാളെ മുതൽ ഹോമിയോപതിഷ്യനെന്നോ ഹോമിയോപത്തെന്നോ അല്ലെങ്കിൽ ഹോമിയോന്നോ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് ഇനി അറിയപ്പെടാം. വളരെ ഭീകരമായ ഒരു ബില്ല് ഇവിടെ ലോകസഭ പാസാക്കുന്ന സ്ഥിതിവിശേഷം വന്നിട്ടും കേരളത്തിലെ ഹോമിയോ ഡോക്ടർമാർ പോലും അത് അറിഞ്ഞിരുന്നില്ല എന്നത് വളരെ വളരെ ശാപകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് ഇന്ത്യയിലെ പല അസോസിയേഷനുകളുണ്ട്. ഇന്ത്യയുടെ ഹോമിയോപ്പതി വിദ്യാഭ്യാസത്തെയും പ്രാക്ടീസിനെയും നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബോഡിയായ CCH ഉണ്ട്. ഞാൻ അനേകം CCH മെമ്പർമാരെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരോടൊക്കെ സംസാരിച്ചു, ഡോക്ടർ പറഞ്ഞ ശരിയാ, അങ്ങനെ ഒരു ബില്ല് വന്നു, വാ അത് നമ്മൾ കണ്ടില്ലല്ലോ, അങ്ങനെ ഒരു ബില്ല് വന്നോ എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ. AIHMയുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അവരുടെ ഭാരവാഹികൾ, സംസ്ഥാന നേതൃത്വം മുതലായവർ ഇത് അറിഞ്ഞ ഉടനെ വളരെ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമായി, നമ്മുടെ കേരളത്തിലെ MP-മാരെ കൊണ്ട് പ്രതികരിപ്പിച്ചതിന്റെ ഫലമായി, പേര് ഞാൻ പറയാം, കോഴിക്കോട് MP രാഘവൻ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. രാഘവൻ സാർ ഉൾപ്പെടെയുള്ളവരെ പോയി കണ്ടു. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എല്ലാം കൂടെ ഒരുമിച്ച് പോയി ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാഘവൻ പോലും ഈ ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. പുള്ളി പോലും അറിയില്ല ഇങ്ങനെയൊക്കെ ഇതിന്റെ അകത്ത് കൊളസ്ട്രോളും. കാരണം നിങ്ങൾക്കറിയാം, പാർലമെന്റ് നടപടികൾ വീക്ഷിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, ഈ പാർലമെന്റിൽ കൈമാടി ഏരാജ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിസിനസ്സുകൾ താമസിക്കും. പല ബില്ലുകളും പാസ്സാകാൻ താമസം വരുമ്പോൾ അവസാനം സ്പീക്കറിന്റെ ഒരു അളവുണ്ട്, ഗില്ലറ്റിൻ. അതായത് കൺസേൺ മിനിസ്റ്റർ അവിടെ നിന്ന് ബില്ലിന്റെ പേര് വായിക്കും, ദാറ്റ് പാസ്ഡ്. പ്രതിപക്ഷം വോക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും, ഭരണപക്ഷം തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. ഗില്ലറ്റിൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് സമയബന്ധിതമായി ബിസിനസ് തീർക്കുന്നതിന് വേണ്ടി സഭാ നേതാവും സ്പീക്കറും കൂടെ അനുവാദം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ വിത്തൗട്ട് ഡിസ്കഷൻ, ഈവൻ വിത്തൗട്ട് റീഡിംഗ് ദ ബിൽ വാസ് പാസ്ഡ് ഇൻ ലോക്സഭ ലാസ്റ്റ് ഇയർ. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല, മീഡിയയും അറിഞ്ഞില്ല. ഇതിന്റെ അത് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കംപ്ലീറ്റ് ഹെൽത്ത് മേഖല കൺട്രോളിംഗ് പവറായിട്ട് ഈ ബില്ല് പ്രകാരം മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് മാത്രം. പ്രശ്നമായി രാജ്യസഭയിൽ പാസ്സാവണം, എന്നാലേ പ്രസിഡന്റ് ഒപ്പിടത്തുള്ളൂ. ഭാഗ്യത്തിന് വളരെ ശക്തമായ പ്രതിഷേധം നമ്മൾ ഇന്റർനെറ്റ് വഴിയും ഈ MP-മാർ വഴിയും ഇന്റർനെറ്റിൽ കൂടെയുള്ള ഇന്ററാക്ഷൻസ് വഴിയും മറ്റു പല ഡോക്ടേഴ്സിനെയും, ആയുർവേദ ഡോക്ടേഴ്സിനെയും, യുനാനി ഡോക്ടേഴ്സിനെയും, ഇന്ത്യൻ ആയുർവേദിക് അസോസിയേഷനെയും ഒക്കെ അറിയിച്ചതിന്റെ ഫലമായി കളക്റ്റീവായിട്ടുള്ള ഒരു വലിയ ഓപ്പോസിഷൻ ഇതിനെതിരെ വരികയും ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് സബ്ജക്ട് കമ്മിറ്റിക്ക് ഒന്നും കൂടെ വിടാമെന്നുള്ള ധാരണയിൽ ബില്ല് ഫ്രീസ് ചെയ്തിരിക്കുന്നു. I am telling you with maximum pride, this was happened only because of Indian Homeopathic Medical Association. I can challenge it. IHMയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമാണ് തൽക്കാലത്തെങ്കിലും കോൾഡ് സ്റ്റോറേജിൽ ഈ ബില്ല് വെക്കാൻ സാധിച്ചത്. ഇന്ത്യയിലെ പല അസോസിയേഷൻസ് ഉണ്ട്, കേരളത്തിൽ പല അസോസിയേഷൻസ് ഉണ്ട്, കേരളത്തിൽ പല കോളേജുകളുണ്ട്. civilmar.com ഡയറക്ടറുടെ ഇരിപ്പുണ്ട്. അദ്ദേഹമൊക്കെ വളരെയധികം പ്രവർത്തിച്ചതാണ് മീഡിയ വഴി പ്രവർത്തിപ്പിക്കാൻ, ഈ ബില്ലിനെതിരെ ശബ്ദം ഉയർത്തുവാൻ. വളരെ വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെന്റ് ഇന്ത്യയിലെ
IHM നേതൃത്വം കൊടുത്ത് ഈ ബില്ലിനെതിരെ ശബ്ദമുണ്ടാക്കിയതുകൊണ്ട് തൽക്കാലം ഞാൻ വിജയിച്ചു എന്ന് പറയില്ല കേട്ടോ. വിജയിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അതാണ് ഞാൻ ഭീഷണി എന്ന് പറഞ്ഞത്. തൽക്കാലം കോൾഡ് സ്റ്റോറേജിലായി രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിച്ചില്ലായി. കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞ കഴിച്ചില്ല. ഏത് സമയത്തും ഈ സംഭവം തിരിച്ചു വരാം. അല്ല, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ CCH എന്ന് പറഞ്ഞ കുറെ പുങ്കന്മാരാണ് 56 ഇരിപ്പുണ്ടല്ലോ. യുവന്മാരൊന്നും അറിഞ്ഞില്ലേ? യുവന്മാർക്ക് അവിടെ എന്തായിരുന്നു പണി? ഈ 56 50 സ്വകാര്യ കോളേജുകളുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ ഫാർമസികളുണ്ട്. നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ നേടിപ്പോണം. ഇതായിരുന്നു ഇന്നലെ വരെ CCH നടന്നത്. അഴിമതിയും നെപ്പോട്ടിസവും സ്വജനപക്ഷപാതവും അഴിമതിയും തിലകക്കുറിയാക്കി നടക്കുന്ന 56 വീരപരോക്ഷ ശിങ്കിടികൾ. ഇനി അതല്ലാത്ത എല്ലാവരും അഴിമതിക്കാരല്ലാതെ അതിനകത്ത് കുറച്ചു പേര് അഴിമതിക്കാരല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ പണി എന്താ? ഓശാന ഓശാന ഓശാന. ഇവന്മാർക്ക് ജയ് വിളിക്കുക. കാരണം അത് നടക്കുള്ളൂ. നോർത്ത് ഇന്ത്യൻ ലോബി അത്ര പവർഫുൾ ആണ്. ഡൽഹിയിൽ പല കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് അറിയാം നോർത്ത് ഇന്ത്യൻ ലോബിയുടെ കളികൾ എന്തൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടിലോട്ട് നമ്മൾ ഇറങ്ങുക. ഇറങ്ങി കഴിയുമ്പോൾ ഡോക്ടർ സോയുടെ കാറ് വരും, അല്ലെങ്കിൽ സച്ച് ആൻഡ് സച്ച് ഡോക്ടേഴ്സിന്റെ കാറ് വരും. പേര് ഞാൻ പറയാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാ? അതൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. ആംഗ്യ ഭാഷ കാണിച്ചാൽ എനിക്ക് മനസ്സിലാവും. എല്ലാം ശരിയായി. പിന്നെ അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുകയും കീജെ വിളിക്കുകയും മോശാനം പാടുകയും ചെയ്തായിരുന്നോണ്ട് എന്താ മെച്ചം? ഇതാണ് ഫോർ ദ ലാസ്റ്റ് 15 to 20 years ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഇന്ത്യ മഹാരാജ്യത്ത് ഹോമിയോപ്പതി കേരളത്തിലല്ലേ ഉള്ളൂ. വേറെ ഹോമിയോപ്പതി ഉണ്ട്, ചില പോക്കറ്റ്സിലൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രൊഫസർ വിജയകർ സാറിന്റെ സ്കൂൾ ഓഫ് തോട്ട് വന്നതോടുകൂടി ചിലയിടത്തൊക്കെ ജെനുവിൻ ഹോമിയോപ്പതി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും നാളായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോമിയോ കോളേജും ഏറ്റവും കൂടുതൽ രോഗികളും വരുന്നത് നമ്മുടെ കോഴിക്കോട്ടെ കയറപ്പുറത്തെ ഹോമിയോ മെഡിക്കൽ കോളേജിലാണ്. I am very proud to say that I am an alumni of കോഴിക്കോട് ഹോമിയോ കോളേജ്. ഈ കോളേജിൽ കിട്ടാത്ത സൗകര്യം ഇന്ത്യയിൽ ഏത് കോളേജിലാണ് ഉള്ളത്? മഷിയിട്ട് നോക്കിയ പേഷ്യൻസിനെ കാണാത്ത ഹോമിയോ മെഡിക്കൽ കോളേജുകളാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം. നിങ്ങൾക്ക് അറിയണം, മഹാരാഷ്ട്രയിൽ 47 എണ്ണം ഉണ്ട്. 47 എണ്ണം. ഒന്നുപോലും സർക്കാർ മേഖലയിലില്ല. ഒരു ഗവൺമെന്റ് ഡിസ്പെൻസറി പോലും മഹാരാഷ്ട്രയിലില്ല. പക്ഷെ ഹോമിയോ കോളേജുകളുടെ എണ്ണം 47. ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതിക്ക് പ്രചാരം ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ ഹോമിയോ കോളേജുകളുടെ എണ്ണം 4. അത് തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ്. 5 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിൽ. പണ്ട് കൽക്കട്ടയിൽ ഹോമിയോപ്പതി ഒന്നുണ്ടാകട്ടെ. ഇപ്പൊ കൽക്കട്ടയിൽ പഴയ ഹോമിയോപ്പതി ഒന്നും അല്ല. അങ്ങനെ വിചാരിച്ചു കളയരുത്. ബംഗാളിലുണ്ട് ഹോമിയോപ്പതി, പക്ഷെ കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ആണെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഇന്നും കേരളത്തിലെ സർക്കാർ 2 ഹോമിയോ കോളേജുകളെ ഒരു ദേശീയ സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നതിനോ അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് പ്രഖ്യാപിച്ച് കൂടുതൽ ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനോ ഒന്നും ഈ കേരളത്തിൽ നിന്ന് പോയ റെപ്രസെന്റേറ്റീവ്സ് ആയാലും കൊള്ളാം, CCH-ന് ആയാലും സാധിക്കാതെ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അക്കാഡമിക് തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും സെൻട്രൽ കൗൺസിലിൽ ഇല്ല. ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും എല്ലാ സബ്ജക്റ്റിലും MD ഉണ്ട്. അത് ഏതെല്ലാം തരത്തിലുള്ള MD വേണോ അതെല്ലാം തരങ്ങളൊക്കെ നിങ്ങൾ ഊഹിച്ചോണം. റെഗുലർ MD, റെഗുലർ MD, റെഗുലർ MD, ഏത് തരത്തിലുള്ള റെഗുലർ MDകളും ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. കാലിക്കറ്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ എത്ര സബ്ജക്റ്റിലുണ്ട് MD? 2 സബ്ജക്റ്റിൽ തുടങ്ങിയിട്ടുള്ള MDക്ക് CCH അംഗീകാരം കൊടുത്തു. കോഴിക്കോട്ട് കോളേജിലെ കോഴ്സിന് അംഗീകാരമില്ലാതെ ഇന്ത്യയിൽ 7 കോളേജിൽ ആ കോഴ്സ് നടത്താനാണോ യോഗ്യത? ഇവിടെ CCH മെമ്പർമാരില്ലായിരുന്നോ? തുടങ്ങിയ കോഴ്സ് നിന്ന് പോയില്ലേ? കേരള ഗവൺമെന്റ് തുടങ്ങിയ കോഴ്സ് CCH-ന്റെ അനുവാദമില്ലാതെ തുടങ്ങി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഈ കോഴ്സിന് അംഗീകാരം കൊടുക്കാതെ ആ കോഴ്സ് നിന്ന് പോയില്ലേ? ഞാൻ പറഞ്ഞത് ഫാർമസിയും പ്രാക്ടീസ് ഓഫ് മെഡിസിന്റെ MD കോഴ്സിന്റെ കാര്യമാണ്. സൈക്കാട്രിയും തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിരുന്നെങ്കിൽ 18 പേർക്കും കൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കില്ലേ? ഇതാരാ ശരിയാക്കേണ്ടത്? ഈ അക്കാദമിക് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ 4 അംഗങ്ങളുടെ ജോലി എന്തായിരുന്നു? ഇങ്ങനെ നമുക്ക് കിട്ടേണ്ട യാതൊരു കാര്യവും പിടിച്ചു വാങ്ങാൻ കഴിവില്ലാത്ത, കഴിവ് കാണിക്കാതിരുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ പാസ്റ്റിൽ ഉണ്ടായത്. ഇതിനൊരു അവസരം മാറുന്നുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് മാറണ്ടേ? നിങ്ങൾ ചിന്തിക്കണം. ഹോമിയോപ്പതി ഇല്ലാതാകാൻ പോകുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. See, one day homeopathy was conquering all around the world. But what is the plight of homeopathy in the present world? ഹോമിയോപ്പതി ഇന്ത്യ മാത്രമേ ഉള്ളൂ. മറ്റിടത്തൊക്കെ ഇങ്ങനെ ഉണ്ട്. പോഷ് അടിത്തല പോക്കറ്റ്സ്.
ആ ഇന്ത്യയിലെ ഹോമിയോപ്പതി ഇങ്ങനെ തരം താഴ്ന്നു പോയാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂട്ടപ്പെട്ടു പോയാൽ ആർക്കാണ് ദോഷം? ഭാവി തലമുറ ഇല്ലാതായി പോകുന്ന. ഇപ്പൊ തന്നെ ഭാവി തലമുറ ഒരു പരുവത്തിലായി. ഇനിയിപ്പം ഭാവിയിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആവും? ഇതൊന്ന്. രണ്ട്, ഇൻഷുറൻസ് സെക്ടറിന്റെ കടന്നുകയറ്റം. ഇൻഷുറൻസ് സ്കീമിലേക്ക് പ്രൈവറ്റ് കമ്പനികൾ കടന്നു കയറുന്നതോടുകൂടി ഈ കൊമേഴ്ഷ്യലൈസേഷന്റെ ഈ യുഗത്തിൽ കംപ്ലീറ്റ് ആളുകളെയും ഈ ഇൻഷുറൻസിന്റെ യുഗത്തിന്റെ അകത്ത് വന്നതോടുകൂടി ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സ്കോപ്പ് ഇല്ലാതാകാൻ പോവാണ്. നിങ്ങൾ റിമെമ്പർ. കാരണം ദി ഡിസീസസ് ആർ ഗോയിങ് ടു ബി നോട്ടിഫൈഡ്. ഇന്ന ഡിസീസസ് ചികിത്സിക്കണമെങ്കിൽ ഇന്ന കമ്പനികളുടെ ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡേൺ മെഡിസിൻ ചെയ്തേ പറ്റൂ. ഈവൻ ദ വൈറൽ ഫീവർ ഇസ് ഗോയിങ് ടു ബി നോട്ടിഫൈഡ്. You cannot treat a single case of viral fever. You cannot treat a single case of any acute epidemics because these things are going to be covered by insurance scheme. These things are going to be covered by modern medicine industries. ഇതിനെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടോ? തലയിലെ താരൻ, മുട്ടിലെ തഴമ്പ്, നഖം വളഞ്ഞു വരുന്ന ഈ സാധനത്തിനൊക്കെ ഇനി ഹോമിയോ ചികിത്സിക്കും. ഈ രോഗങ്ങൾ നമുക്ക് സബ്സ്റ്റാൻഡേർഡ് രീതിയിലല്ല ഞാൻ പറഞ്ഞത്. സി, ഇന്ന് നമ്മുടെ പെർവ്യൂവിൽ വരുന്ന ഒരു 90% കേസസ് നമുക്ക് നഷ്ടപ്പെടാൻ പോവാണ്. ഇപ്പൊ പനി വന്നു, എല്ലാ ആണ്ടിലും പനി ഇങ്ങനെ പത്രത്തിൽ കൂടെ വരും. എത്ര പനികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പൊ? ഘോരം 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 പനി 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 പനി. പക്ഷെ പല ഡോക്ടേഴ്സ് തന്നെ വിളിക്കുമ്പോൾ പറയും പനി പനിന്ന് പത്രം പറയുന്നത് നമ്മുടെ അടുത്തൊന്നും വരുന്നില്ലല്ലോ ഡോക്ടറെ പനി. ഈ പനിയൊക്കെ എവിടെ പോകുന്നത്? വലിയ രീതിയിലുള്ള പ്രചരണം മോഡേൺ മെഡിസിൻ നമ്മുടെ ഇടയിൽ ഇടയ്ക്ക് ഇറക്കി വിടുകയാണ്. വലിയ രീതിയിലുള്ള പ്രചരണം ഇൻഷുറൻസ് കമ്പനികൾ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രചരണം അംഗനവാടി ടീച്ചർമാർ വഴിയും ആശാ പ്രവർത്തകർ വഴിയും NRHMലെ ഹെൽത്ത് വർക്കേഴ്സ് വഴി നടത്തുകയാണ്. നമുക്കുണ്ട് NRHM ഡോക്ടർമാരും ഒക്കെ. നമ്മുടെ ഒരു വലിയ ഗുണം എന്താ പറയുക, നമ്മൾ വാ പറഞ്ഞു നമ്മളെ പറ്റി ഒന്നും ആരോടും പറയില്ല. പണ്ട് പറയില്ല, ഇപ്പോഴും പറയില്ല. അവിടെ പ്രചരണ രീതിയിൽ നമ്മൾ വട്ടം നോക്കിയാണ്. അവരോ 10 പറയാതെല്ലാം അവരെ കുറ്റം പറയും. അയ്യോ ഇവിടെ ഹോമിയോ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണോ? ഓ ഇവിടെ വെച്ച് കളിക്കില്ലേ, ഇന്ന വീട്ടിലെ വത്സമ്മയുടെ മോനെ കണ്ടില്ലേ, അപ്പുറത്തെ ഹോമിയോ ഡോക്ടർ ചികിത്സിച്ച 7 മക്കളോ നിങ്ങൾ കൊണ്ടുപോയി PSCയിലോ കൊണ്ടുപോയി. ആശാ വർക്കർമാരുടെ ജോബ. ഈ ആശാ വർക്കേഴ്സും ഹെൽത്ത് വർക്കേഴ്സും ഇന്നൊക്കെ റൂറൽ ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകം ഓരോ ഡോക്ടർമാർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കാക്കാം. അവരുടെ മെയിൻ ജോലി നമുക്കെതിരെ പ്രചരിപ്പിക്കാൻ പോകാം. ഈ അടുത്ത കാലത്ത് ഞാൻ സന്ദർഭവശാൽ പറയാണ്, മെഡിക്കൽ കോളേജിലെ ഞങ്ങള് ഡോക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് ഈ സംഘടനയിലെ നേതൃത്വത്തിലുള്ള പണ്ടന്മാരെല്ലാം കൂടെ ചെന്ന് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി നടന്നില്ല. അപ്പോഴത്തേക്ക് നോട്ടീസ് ആരോടോ പറിച്ചു കളഞ്ഞു. മെഡിക്കൽ കോളേജിലെ വയസ്സാണെന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിന് മുമ്പ് ഈ അടുത്ത കാലത്ത് ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. യൂറോളജി നെഫ്രോളജി വിഭാഗത്തിന്റെ മുമ്പ് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു കാണും? ഹോമിയോ ചികിത്സ നിങ്ങളുടെ കിഡ്നികളെ തകരാറിലാക്കും. ഇത് ഞങ്ങൾ പ്രശ്നമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ കമ്മിറ്റി ജില്ലാ ഘടകം കൂടിയപ്പോൾ. നമ്മൾ രഹസ്യമായിട്ട് 2-3 പേരെ നമ്മുടെ ഇവിടെയുള്ള ഡോക്ടർമാർ 2-3 പേര് രഹസ്യമായിട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ട് പതുക്കെ മൊബൈലൊക്കെ വെച്ച് ക്യാമറ കൊണ്ടൊക്കെ പോയപ്പോഴത്തേക്കാണ് ആരോ മഹാമാരി ഊറ്റി കൊടുത്ത് അത് വലിച്ചു. അല്ലെങ്കിൽ അത് ഞങ്ങളൊരു പ്രശ്നമാക്കാനിരുന്ന മീഡിയയിൽ വന്ന് പത്രത്തിൽ കൂടെ 2 അരക്കരക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ അതിനൊക്കെ ഈ നോട്ടീസ് മറിച്ചു പോയി. ഞാൻ ചോദിക്കുന്നത്, ഈ രീതിയിലുള്ള പ്രചരണം വരെ നടന്നിട്ട് ഇതിനെതിരെ ഒരു നീക്കം നടത്തുന്നതിന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ അവിടെ ദുർബലമായി പോകും. അതുകൊണ്ട് സമൂഹത്തിൽ മനസാക്ഷിക്ക് മുമ്പിൽ ഹോമിയോപ്പതിയെ മോശമാക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കുന്ന സംഘടനകളാണ് നമുക്ക് ആവശ്യം. പയ പയ കൊയ കൊയ സ്റ്റാൻഡല്ല. അങ്ങനാണോ? ഓ ഇങ്ങനാണോ? ഓ ഇന്ന MD ആണോ? ഓ ഇത് അതും നല്ല MD ആണ്, അവിടെ പോയാൽ മറ്റേതും കിട്ടുക. പല സംഘടനകളുടെ സ്റ്റാൻഡ് അതാണ്. ഒരു ഒത്തുതീർപ്പ് എന്താണ് ഈ പണ്ട് VP സിംഗിന്റെ ഗവൺമെന്റ് ഒക്കെ നടത്തിയപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം. പല സ്റ്റാൻഡിലും സ്റ്റാൻഡില്ല. ഈ നമുക്കൊക്കെ പറ്റുന്ന ഒരു വലിയ അപകടപ്പെട്ടാണ്. കാരണം കൊണ്ടതങ്ങ് പറയും. തെറ്റെന്ന് കണ്ടാൽ പറയാൻ ശീലിച്ചു പോയി. അതും ഒത്തിരി ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊണ്ട വ്യക്തിപരമായി ശക്തമായിട്ട് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം കേന്ദ്ര നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കി കാണിക്കാനുള്ള ചങ്കൂറ്റം നമ്മുടെ ലീഡർഷിപ്പിനുണ്ടാകും. അവിടെ ഞാൻ ചുരുക്കമാണ്. CCHന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി അവർ ചെയ്യുന്ന തോന്നിയവാസങ്ങൾ ഇവിടെ ഓരോ സമയത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് സ്കീമിന്റെ കഴിഞ്ഞു. DTABയെ പറ്റി പണ്ട് ഞങ്ങൾ ഒരു കത്തയച്ചപ്പോൾ DTABയുടെ അനിൽ പാട്ടിയ ഡോക്ടർ മറുപടി, അദ്ദേഹം മരിച്ചുപോയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു മറുപടി വന്നു. DTABയുടെ പെർവ്യൂവിൽ വരുന്ന സംഗതി ആയതുകൊണ്ട് CCH ഇതിൽ അഭിപ്രായം പറയില്ല.
ഈ CCHലെ മഹാന്മാരാണ് DKBക്കാതിരുന്നത്. കുട മാറി പിടിക്കുന്നതേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിന് ഈ കുട മാറി പിടിക്കുന്ന പോലെ പൂരത്തിന് മാറ്റി മാറ്റി പിടിക്കുമല്ലോ. അപ്പൊ ഒരു സമയത്ത് DKB ആണെങ്കിൽ പിറ്റേ ദിവസം CCH. എല്ലാ ആളുകളെല്ലാം ഒന്നാണ്. 450 ml മാറ്റിയിട്ട് ചെലവന്മാരുടെ മരുന്ന് കമ്പനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പൗണ്ട് പിൻവലിച്ചിട്ട് 60 ml 100 ml ആയിട്ട് മാറ്റി. ആർക്കാ നഷ്ടം ഉണ്ടായത്? സാധാരണക്കാരൻ ജനത്തിന്. വയബിലിറ്റി, എക്കണോമിക് വയബിലിറ്റി ഹോമിയോപ്പതിക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്തൊക്കെ തുക്കളക്കൻ പരിപാടികൾ, തുക്കളക്കൻ കോഴ്സുകൾ, തുക്കളക്കൻ തീരുമാനങ്ങൾ കാലാകാലം. നിങ്ങൾക്ക് അറിയാം, മെനിഞ്ഞാന്ന് ഡേവിഡ് ഫോറസ്റ്ററുടെ ഹിന്ദു പേപ്പറിൽ ഒരു ന്യൂസ് വന്നു. ഇത് ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Maharashtra state government has allowed homeopathy doctors to practice modern medicine in notified rural areas. 2 വർഷം മുമ്പ് വന്നിട്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ എതിർപ്പിന്റെ കാരണം ഫ്രീസ് ചെയ്ത തീരുമാനമാണ്. ആ ഫ്രീസിംഗ് ഒക്കെ മാറ്റി ബ്രിഡ്ജൊക്കെ തുറന്നു കൊടുത്തു. ഇപ്പൊ ഇഷ്ടംപോലെ എടുത്തോളാം. BRMS കോഴ്സ്, ബാച്ചലർ ഓഫ് റൂറൽ മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞ് 3.5 വർഷത്തെ കോഴ്സ് ഗുലാം നബി തുടങ്ങിയപ്പോൾ കേരളത്തിലൊക്കെ എതിർപ്പൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. പല സ്റ്റേറ്റിലും തുടങ്ങാൻ പോവാണ്. കേന്ദ്ര ഗവൺമെന്റ് നയമാണ്. കാരണം കേരളമല്ല ഹെൽത്തില് ഗവൺമെന്റിന്റെ പാരാമീറ്റർ. ഛത്തീസ്ഗഡും ജാർഖണ്ഡും UP ബീഹാറും ഇന്ത്യക്കകത്ത് കിടക്കുന്നിടത്തോളം കാലം ആരോഗ്യ മേഖലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും കേരളത്തെ വെച്ചല്ല കേന്ദ്ര ഗവൺമെന്റ് എടുക്കാം. അതുകൊണ്ട് തന്നെ BRMS കോഴ്സിന് പ്രസക്തി ഉണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണുമ്പോൾ BRMS 3 വർഷത്തെ കോഴ്സാണെങ്കിൽ 5.5 കൊല്ലം പാസ്സായ നമ്മള് BHMSകാരാണ് BAMSകാരാണെന്ന് പറഞ്ഞ് നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിപ്പിക്കണമെന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം കൊടുത്ത് അനുവാദം വാങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ വീരന്മാർ. ഞാൻ പേര് പറയാൻ ഡോക്ടർ ആരിഫ് ബക്തിൻകൂട്ട്, CCHന്റെ വൈസ് പ്രസിഡന്റാണ്. ഈ മഹാൻ ഇലക്ഷൻ ജയിച്ചതിന്റെ മാനിഫെസ്റ്റോ എന്റെ ഇരിപ്പുണ്ട്. എന്താ മാനിഫെസ്റ്റോയുടെ ഒന്നാമത്തെ കാര്യം എന്ന് അറിയണോ? നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ, എന്റെ പാനലിനെ ജയിപ്പിക്കുകയാണെങ്കിൽ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഞാൻ വാങ്ങിച്ചു തരാം. കർണാടകയിൽ ബോർഡ് ഇലക്ഷൻ നടന്നു. ഇപ്പൊ 4 എണ്ണം ജയിച്ചിട്ടുണ്ട്. ആ ഏറ്റുമാട് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. കാരണം സത്യത്തിന് വേണ്ടി നിന്നു. 4 പേര് ജയിച്ചു കർണാടക ബോർഡിലെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് എന്തായിരുന്നു അറിയോ? ഒന്നാമത്തെ ഡിമാൻഡ് കർണാടകയിലെ ഹോമിയോപ്പതിയുടെ കൂടെ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കാം. അതിനുവേണ്ടി ഗവൺമെന്റിൽ പ്രഷറൈസ് ചെയ്യാം. ഈ രീതിയിൽ സെൻട്രൽ കൗൺസിലിന്റെ മഹാന്മാർ, കാരണം ഈ മഹാന്മാരൊക്കെ ആരാണ്? എല്ലാ സെൻട്രൽ കൗൺസിൽ മെമ്പേഴ്സ് ആണ്. അഴിമതിക്ക് കൂടെ പഠിച്ചതിന് പിരിച്ചുവിടപ്പെട്ട സെൻട്രൽ കൗൺസിലിലെ മെമ്പർമാരെല്ലാം പിന്നത്തെ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം IHMA കൊടുത്ത കംപ്ലൈന്റ് പ്രകാരം ജസ്റ്റിസ് ഉഷ വർമ്മയെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ജഡ്ജിയെ ഏകാംഗ കമ്മീഷനാക്കിക്കൊണ്ട് വിചാരണ നടത്തി തെറ്റാന്ന് കണ്ടെത്തി ബക്ഷിയും കൂട്ടരും അഴിമതി കാണിച്ചു എന്ന് തെളിയിച്ച് CCHനെ പിരിച്ചുവിട്ടു. എന്നിട്ട് CCHന്റെ ആ അഴിമതിക്ക് കുട പിടിച്ച CCHന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ഇന്ന് പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വന്നു, ഡോക്ടർ രാംജി സിംഗ്. ഞാൻ പേരുകളെടുത്ത് പറയുന്നത് വ്യക്തമായി ഇവരൊക്കെ കാണിക്കുന്ന കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടതുകൊണ്ടാണ്. ഇതിനൊരു മാറ്റം നമുക്ക് സെൻട്രൽ കേന്ദ്രത്തിലുണ്ടാവണമെങ്കിൽ പവർഫുൾ ആയിട്ടൊരു 3-4 പേര് മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിവുള്ള 3-4 പേര് അവിടെ എത്തണം. ഇവിടുന്ന് പലരും എത്തിയിട്ടുണ്ട്. ഞാൻ ആരെ കുറ്റം പറയില്ല. എത്തുന്നവരെല്ലാം കുട പിടിക്കുന്നു. ഏതെങ്കിലും ലോബിയിൽ ചേർന്ന് ഓശാന. ഈ കുടപിടുത്തം കൊണ്ട് നഷ്ടപ്പെട്ടത് കേരളത്തിന് മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നും ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുന്നതിനോ കോഴിക്കോട്ടെയോ തിരുവനന്തപുരത്തെയോ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനോ ഇതുവരെ കോൺക്രീറ്റ് ആയ ഒരു നടപടി, റെക്കമെൻഡേഷനോ CCHോ ആയുഷോ ചെയ്യാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആലപ്പാട് ഒരു സ്ഥാപനമുള്ളത് കുറിച്ചിയിലുള്ള മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. അതിന്റെ സ്ഥിതിയോ പരമതയും. ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതിക്ക് പ്രചാരമുള്ള കേരളത്തിൽ പല കാര്യങ്ങളും ബഡ്ജറ്റ് അലോക്കേഷൻ ആയാലും ട്രൈബൽ ഡിസ്പെൻസറിയുടെ കാര്യങ്ങൾ, കഴിഞ്ഞ മാസം ട്രൈബൽ ഡിസ്പെൻസറി ട്രൈബൽ സ്കീമിൽ കേന്ദ്രം അനുവദിച്ചു. എത്ര എണ്ണം കേരളത്തിന് കിട്ടി? ഇവിടെ ഇല്ലേ ട്രൈബ്സ്? ഇവിടെ ഇല്ല. വയനാട് ഇടുക്കിയൊക്കെ കിട്ടി, 2-3 കിട്ടി. കുറച്ചുകൂടെ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ അത്രയോ ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയാറില്ല. അറിയുന്നെങ്കിൽ തന്നെ നമ്മൾ അനങ്ങാറില്ല. അറിയിക്കേണ്ടവർ അറിയിക്കാറില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവും. ഏറ്റവും ഭീകരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്തും ഇൻഷുറൻസ് സെക്ടറിന്റെ ഭീകരതയും അലോപ്പതി കോഴ്സ് തുടങ്ങാൻ പണ്ട് 8 മാസത്തെ കോഴ്സ് തുടങ്ങി നേരെ അലോപ്പതി കൊടുക്കാനായിരുന്നു പരിപാടി. അത് നടന്നില്ല. നമ്മളതൊക്കെ വളരെ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി കേസൊക്കെ പോയി അത് അന്നത്തെ CCH ഫ്രീസ് ചെയ്തു. ഇപ്പൊ വേറെ രീതിയില്ല. ഹോമിയോക്കാർക്ക് അലോപ്പതി കൊടുക്കാൻ, മറ്റേ അലോപ്പതിക്കാർക്ക് 8 മാസത്തെ കോഴ്സ് കൊടുത്ത് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനുള്ള കുറുക്ക് വഴിയായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്. 56 മെമ്പർമാരുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തം കോളേജും സ്വന്തം ഫാർമസി. അപ്പൊ തീരുമാനം എങ്ങനെ പോകുന്നുള്ളത് ഓർക്കും. ഇതിനൊരു മാറ്റം ഉണ്ടാകും.
ഇതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് IHMA തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് IHMA വളരെ വളരെ ഗഹനമായി ഇത്തവണത്തെ ഇലക്ഷനെ കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും വീണ്ടും, കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം ഹോമിയോ കോളേജിന്റെ ആദ്യത്തെ ബാച്ചുകള് ഞാൻ 5ാമത്തെ ബാച്ചിൽ പെട്ട് പഠിച്ച ആൾ എന്റെ പ്രിയ അധ്യാപകരുടെ മുന്നിലുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് പറയുന്നത്. ഹോമിയോ കോളേജിന്റെ എവല്യൂഷൻ മാറുമെന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. ഇന്നത്തെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് സ്വയം അവലോകനിച്ച് നമ്മൾ ആളിൽ എണ്ണം കൂടിയിട്ടുണ്ട്, ആളിൽ ഒത്തിരി എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ എവിടെ എന്നുള്ളത് സ്വയം ആലോചിക്കേണ്ട സമയമാണ്. കേവലം സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഓരോ ഇലക്ഷനെയും സമീപിക്കുന്ന സംഘടനകളുണ്ട്. തിരിച്ചറിയുന്നു വ്യക്തമായ സ്റ്റാൻഡ് ഒരു കാര്യത്തിലും എടുക്കാതെ കോൺട്രവേഴ്സി വരും എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയ സ്റ്റാൻഡിങ് ഇത് പറ്റില്ല. IHMA അത് പറ്റില്ല. IHMA will have a stand in every each and every issue. No doubt about it. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ നിർക്കട്ടെ. സജിന്റെ ക്ലാസ് ഉണ്ട്. ദയവേത് ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഇലക്ഷനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ബാലറ്റ് പേപ്പർ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിൽ TC മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ വരും. ആ അഡ്രസ്സിൽ വരുമ്പോൾ IHMA കാൻഡിഡേറ്റിന് ഞാൻ എന്നുള്ള വ്യക്തിക്കല്ല ഉള്ള പ്രാധാന്യം. ഞാൻ ആരുമല്ല. വളരെ തുറന്ന് പറയട്ടെ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രൊഫഷനിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അക്കാഡമിക്കൽ രംഗത്തല്ല, പ്രൊഫഷണൽ രംഗത്തല്ല, ഏതെങ്കിലും രംഗത്ത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കടപ്പാട് ഞാൻ എന്റെ അധ്യാപകരോട് കാണിച്ച ബഹുമാനവും അല്ലെങ്കിൽ എന്റെ പ്രൊഫഷനോട് ഞാൻ കാണിക്കുന്ന ബഹുമാനവും എന്റെ അസോസിയേഷൻ ഞാൻ ഉൾപ്പെടുന്ന IHMA എനിക്ക് തന്ന ട്രെയിനിങ്ങുമാണ്. വളരെ മാന്യതയോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം. ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അംഗമെന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിനിങ്, എനിക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അളവറ്റതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. ദയവേത് ഇത്തവണ ബാലറ്റ് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഡോക്ടർ MG ഉമ്മൻ എന്നുള്ള കോളത്തിന് മുമ്പ് ഒരു ടിക്കറ്റ് ഇട്ട് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അസോസിയേഷന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കും. 2, ബാലറ്റുകൾ നഷ്ടപ്പെടാതെ നോക്കണം. പറഞ്ഞാൽ അസ്ഥാനത്താവുമെന്ന് എനിക്കറിയില്ല. കാരണം അധ്യാപകരുള്ളപ്പോൾ കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണമെന്നാണ് എന്റെ ഉൾവിളി. പക്ഷെ അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട്, എനിക്ക് അവരെ അറിയാവുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ ഞാൻ പറയട്ടെ. മരിച്ചുപോയവർ എണീറ്റ് വന്ന് വോട്ട് ചെയ്യും. സൂക്ഷിച്ചോണം, വളരെ വളരെ സൂക്ഷിച്ചോണം, ഗഹനമായി സൂക്ഷിച്ചോണം. കഴിഞ്ഞ തവണ നമ്മുടെ ഡോക്ടർ പ്രേമേന്ദ്രൻ തോറ്റത് 120 കള്ള വോട്ട് ചെയ്തിട്ടുണ്ട്. 177 വോട്ടിക്കോട്ട് പറഞ്ഞിരുന്നെങ്കിൽ പ്രേമേന്ദ്രൻ CCH മെമ്പറായാലും എനിക്ക് ഇത്രയും വിഷയങ്ങൾ സംസാരിക്കേണ്ട ഗതി വരില്ല. ഒരു കാലത്ത് ഇത്തവണ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത്തവണ ഏതെങ്കിലും കള്ള വോട്ട് ഏതെങ്കിലും രീതി വന്നെങ്കിൽ പറമ്പ് വിറ്റായാലും ഞാൻ സുപ്രീം കോടതി ഉറപ്പാണ്. ദൈവം എനിക്ക് അതിനുള്ള സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അസോസിയേഷന്റെ പേരിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ പേരിൽ സുപ്രീം കോടതി വരെ തോറ്റോട്ടോ എന്തായാലും ആത്മസമയത്തോടെ നോക്കാം. ഫൈറ്റ് ഡെഫിനിറ്റ് ആണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സമീപിച്ച മക്കളെ ആ കല വാങ്ങി വെച്ചേക്കുന്നത് തൻകുറ്റത്തോടെ നിങ്ങൾ പറയാം. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. കുഴിയിൽ എണീക്ക് വന്ന് വോട്ട് ചെയ്തവരുണ്ട്. ദഹിക്കപ്പെട്ടു പോയ ഭസ്മങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഉടലോടെ ശരീരം പെട്ടെന്ന് വന്ന് വോട്ട് ചെയ്തവരുണ്ട്. റാപ്പർ കുട്ടിച്ചെണീറ്റ് വന്നവരുണ്ട്. എത്ര കള്ള വോട്ട് ഇത്തവണ നടക്കില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മുൻകരുതൽ പറയുന്നു. ബാലറ്റ് നമ്മുടെ ഹോമിയോ കോളേജില് പ്രിൻസിപ്പൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹോമിയോ കോളേജില് ഹോമിയോപ്പതി ഡയറക്ടറേറ്റില് അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയാം കേട്ടോ. കോളേജിന്റെ അനുഭവം എന്റെ അനുഭവമല്ല, കേട്ടിട്ടുള്ളതാണ്. എനിക്കൊന്ന് മാഡമൊക്കെ ഇരിക്കുന്നതിന് മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഫയലുകളൊക്കെ വിഴുങ്ങുന്നവരുണ്ട്. ഡയറക്ടറേറ്റ് സ്ഥിരമാണ്, ഒരു ക്ലാർക്ക് സ്ഥിരം ഫയലുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഡയറക്ടറേറ്റ് ഒരു പേപ്പർ അയച്ചാൽ 3-4 ആഴ്ച കഴിഞ്ഞ് ഡയറക്ടറേറ്റ് പേപ്പർ അയ്യോ അങ്ങനെ ഒരു പേപ്പറോടെ വന്നിട്ടേ ഇല്ല. അത് വന്നു ഞാൻ കണ്ടു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. നിങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതി അയക്കാം. എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്. എനിക്ക് അനുഭവം. എന്റെ ഭാര്യ മെഡിക്കൽ ഓഫീസറാണ്. പല കാര്യങ്ങളൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഞാൻ തിരുവനന്തപുരംകാരനാണ്. പല കാര്യങ്ങൾക്ക് ഡയറക്ടറേറ്റിൽ പോയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർമാരോട് ഉണ്ടെങ്കിൽ അറിയാം. ഫയലുകൾ വിഴുങ്ങുന്ന ഓഫീസുകളാണ് നമ്മുടെ സ്ഥാപനം. എന്ന് പറഞ്ഞ പോലെ ഈ ബാലറ്റുകളും വഴി വെച്ച് ചിലപ്പോൾ വിഴുങ്ങപ്പെടും. സൂക്ഷിക്കണം. കഴിഞ്ഞ തവണ വിഴുങ്ങപ്പെട്ടു.
ഇല്ലത്തിൽ നിന്നങ്ങോട്ട് പുറപ്പെടുകയും ചെയ്ത് എന്നാൽ അങ്ങോട്ട് അല്ല എന്തായാലും പറയാ ആ അമ്മ തെറ്റിയില്ല എന്ന് പറഞ്ഞു. ബാലറ്റ് ചിലപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫീസിൽ നിന്ന് പുറപ്പെടും, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അത് എത്തത്തില്ല, ഇത് വഴിയിൽ നിന്ന് പൊക്കപ്പെടും. വളരെ വ്യക്തമായി പോസ്റ്റ്മാനോട് നേരത്തെ പറഞ്ഞേക്കണം, എനിക്ക് ഒരു 3 മാസത്തിനുള്ളിൽ മെഡിക്കൽ കൗൺസിലിന്റെ ഓഫീസും റാപ്പറും ഒക്കെ കാണും, ഒരു ബാലറ്റ് ഉണ്ടാവും, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിരിക്കും, ഇങ്ങനെ കൊണ്ട് പറഞ്ഞേ എന്ന് പറഞ്ഞേക്കണം. ഞാൻ തമാശ രീതി കൂടെ പറഞ്ഞതേ ഉള്ളൂ, അനുഭവസ്ഥനായോട് പറഞ്ഞാണ്. കഴിഞ്ഞാണ്ടി വന്ന കുഴപ്പങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞാണ്. വഴി വെച്ച് ബാലറ്റ് പോയിട്ടുണ്ട്, മരിച്ചവർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, വളരെ വ്യക്തമായ വീക്ഷണത്തോടുകൂടി വളരെ വ്യക്തമായ ഉദ്ദേശങ്ങളോടുകൂടി ഈ ഇലക്ഷൻ അയച്ചമായി സമീപിക്കുക. നിങ്ങളുടെ വോട്ട്, പുതിയ ആൾക്കാരുടെ വോട്ട്, പഴയ ജനറേഷന്റെ വോട്ട്, എല്ലാവരുടെ വോട്ട് IHMക്ക് വേണ്ടി അനുകൂലമായി രേഖപ്പെടുത്തി ഇത്തവണ മാറ്റത്തിന്റെ ഒരു ലോകം മുഴുവൻ മാറുക. വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇറക്കപ്പെട്ടു അല്ലേ? ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഹോമിയോപ്പതിയുടെ CCH ഇലക്ഷനിലും ഈ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അടിക്കപ്പെടണം. 15 വർഷമായിട്ട് ഒരു കാറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രം പല അധാർമികതയുടെ പേരിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ധാർമ്മികതയുടെ പേരിൽ കാറ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചടിപ്പിക്കും. നമ്മൾ വിജയിക്കണം, എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. നിങ്ങളുടെ വോട്ട് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഞാനെന്ന വ്യക്തിയല്ല, IHMയുടെ ഡോക്ടർ MG ഉമ്മനെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി വിനീതപൂർവം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്